അങ്ങനെ സുവിശേഷമായി മാറുന്ന ജീവിതങ്ങളുണ്ട്. അപരൻ നാണം കെട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപരൻ വേദനിച്ച് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും? വെള്ളപ്പൊക്കത്തിൽ പോയത് പോട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. റോട്ടിൽ അപകടമുണ്ടായത്, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വേദനിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിൽ ഒരാൾ തകർന്നടിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മതി. അപരന്റെ നാണം മറക്കുന്ന ഉടുതുണിയായി എന്റെ ജീവിതം മാറുമോ? അപരന് ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്ന ജീവിതമായി എന്റെ ജീവിതം മാറുമോ? വചനം പറയുകയാണ്, നീ അപരന് പാവങ്ങളെ സഹായിക്കുന്നത് ഈശോയെ സഹായിക്കുന്നുവെന്ന്. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സുന്ദരമായ ഈശോയുടെ വചനങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. സുഭാഷിതങ്ങൾ 9:17. സുഭാഷിതങ്ങൾ 9:17. ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിന് വായ്പ നൽകുന്നു, അവന്റെ പ്രവൃത്തിക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിന് വായ്പ നൽകുന്നു, അവന്റെ പ്രവൃത്തിക്ക് അവിടുന്ന് പ്രതിഫലം നൽകും. എന്താണ് പ്രിയപ്പെട്ടവരെ വചനത്തിന്റെ അർത്ഥം? ദരിദ്രരോടുള്ള കാരുണ്യം ദൈവത്തോടുള്ള നേരിട്ടുള്ള സമർപ്പണമാണെന്ന് പഴയ നിയമം ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, ഗലേഷ്യൻസ് ചാപ്റ്റർ 6:2. നിങ്ങൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കുവിൻ, അങ്ങനെ ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, നിങ്ങൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കുവിൻ, അങ്ങനെ ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ. പരസ്പരം ഭാരം വെച്ചു കൊടുക്കാനല്ല പറയുന്നത്, ഇല്ലേ? അത് നമുക്കറിയാവുന്ന പണിയാണ്. നമ്മൾ പറയില്ലേ, അവനിട്ടൊരു പണി കൊടുക്കണം, അവൾക്ക് ഇന്നൊരു പണി കൊടുക്കണം. പരസ്പരം പണി കൊടുക്കുന്നതിനെ കുറിച്ചല്ല. എന്തിനെ കുറിച്ചാണ്? അപരന്റെ ഭാരങ്ങൾ വഹിക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. പരസ്പരം നിങ്ങൾ ഭാരങ്ങൾ വഹിക്കുന്നവരാകുവിൻ. അപരനൊരു സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടത്തിൽ നീ വേദനിക്കണ്ട, നമുക്കത് ഒരുമിച്ച് ഫേസ് ചെയ്യാം. അത് മതി. നമുക്കത് പേടിക്കണ്ടേ, നമുക്കത് നോക്കാം, ഈശോ നോക്കിക്കോളൂ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇതിനെയാണ് പരസ്പരം ഭാരങ്ങൾ വഹിക്കുക എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നിനക്ക് ഇങ്ങനെ വന്നാ നിനക്ക് ഇതല്ല, ഇതിന്റെ അപ്പുറവും വരും. നിനക്ക് ഇതൊന്നും വന്നാ പോരാ. അതാണ് ഈ പണി കൊടുക്കുക എന്ന് പറയുന്നത്. ഭാരം വഹിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. പേടിക്കണ്ട, ഈശോ കൂടെ ഉണ്ട്, പിന്നെ നമ്മളൊക്കെ കൂടെ ഉണ്ടെന്നേ. എന്തുണ്ടെങ്കിലും
ഹല്ലേലൂയ. അച്ഛൻ ചില ആളുകളോട് പറയാറുണ്ട്, എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നോ എന്ന് പറയാം. എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാ മതിയോ? എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഒരു